നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം പൊൻകുന്നത്ത് ബുള്ളറ്റ് ആശാൻ്റെ ബുള്ളറ്റ് വർക്ക്ഷോപ്പിലാണ്. റിംഗോസ് ഓട്ടോ വർക്സ് എന്നാണ് ബുള്ളറ്റ് ആശാൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ പേര്. ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി ബുള്ളറ്റ് മാത്രം റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ്. ഈ വർക്ക്ഷോപ്പിനുണ്ടൊരു പ്രത്യേകത. ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ആൺ പെൺ ഭേദമില്ലാതെ ഒരു അച്ഛൻ, അതായത് ബുള്ളറ്റ് ആശാൻ, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ, 2 ആൺമക്കളുടെയും ഭാര്യമാർ, ഇങ്ങനെ 5 പേരാണ് ഈ ബുള്ളറ്റ് വർക്ക്ഷോപ്പിൻ്റെ പുറകിലെ ചാലകശക്തി. നമുക്ക് ഈ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങൾ, ഈ സംരംഭത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടറിഞ്ഞു വരാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ശിവദാസൻ ചേട്ടനാണ്. ഈ ചേട്ടനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. 4 പതിറ്റാണ്ട് മുമ്പ് റിംഗോ ഓട്ടോ വർക്സ് എന്ന പേരിൽ പൊൻകുന്നത്ത് ബുള്ളറ്റുകൾക്ക് മാത്രമായിട്ടൊരു സർവീസ് വർക്ക്ഷോപ്പ് ആരംഭിച്ച ആ ചേട്ടൻ. ബുള്ളറ്റ് ആശാൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ശിവദാസൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും അറിഞ്ഞെന്ന് വരികയല്ല. ബുള്ളറ്റ് ആശാൻ എന്ന് പറഞ്ഞാൽ പൊൻകുന്നത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ബുള്ളറ്റ് പ്രേമികൾ അല്ലെങ്കിൽ നാട്ടുകാരും ചേട്ടനെ അറിയുള്ളൂ. നമുക്ക് ചേട്ടനോട് തന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെ ഈ റിംഗോസ് എന്നുള്ളൊരു പേരിൽ നിന്ന് തന്നെ തുടങ്ങാം? എങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്താണ് ഫ്രീക്ക് പേരുകൾ എന്നൊക്കെ പറയും. അന്ന് ഈ 40 വർഷം മുമ്പ് അന്നും ഈ പേര് തന്നെയായിരുന്നോ? എന്ന് ആ പേരിനൊരു കഥയുണ്ടാവുമോ? കൂട്ടുകാർ പറഞ്ഞ ആണ്. കൂട്ടുകാർ പറഞ്ഞ ഒരു പേരാണ് റിംഗോസ് എന്നുള്ള പേര്. ശരി, ഇതെങ്ങനെ ഇങ്ങനെ ചേട്ടൻ ഈ ഒരു രംഗത്തേക്ക് വരാനുള്ളൊരു കാര്യം? SSLC കഴിഞ്ഞ് എന്തെങ്കിലും തൊഴിൽ, അന്നത്തെ കാലത്ത് തൊഴിൽ കുറവല്ലേ? അതെ, തുടർന്ന് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം കുറവായിരുന്നു. അങ്ങനെ ഈ തൊഴിലോട്ടൊക്കെ ആണ്. അന്ന് ഇപ്പം ഇതുപോലെ ഒരുപാട് ബുള്ളറ്റുകളൊക്കെ ഉണ്ടായിരുന്ന കാലമല്ലല്ലോ, കുറവായിരുന്നു. അപ്പം എന്നിട്ടും ചേട്ടൻ ഈ ബുള്ളറ്റുകളുടെ തന്നെയായിട്ട് തുടങ്ങാനുള്ള കാര്യം? അല്ല, അന്ന് എല്ലാ വണ്ടിയും പണിയുമായിരുന്നു. അന്ന് ഈ സ്കൂട്ടർ, SD, ജാവ, ബുള്ളറ്റൊക്കെ വളരെ അപൂർവമായിട്ട് ഉള്ളായിരുന്നു. അതിനുശേഷം പിന്നെ ബുള്ളറ്റിൻ്റെ മാർക്കറ്റ് കൂടി. ഒരു 80 കാലഘട്ടത്തോടെയാണ് 90 ആയപ്പോഴത്തേനും ബുള്ളറ്റുകളായി മാർക്കറ്റ് കൂടി. ഈ RSS ഇറങ്ങിയ കാലത്ത് വേണ്ടിമായി കഴിഞ്ഞ് പിന്നെ ആൾക്കാർ പിന്നെ ഇതിലോട്ടായി. ഈ ഏത് വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്? മൊത്തം ബൈക്കുകളുടെയൊക്കെ ഒരു സർവീസായിട്ട് വർക്ക്ഷോപ്പായിട്ട് തുടങ്ങിയത് 80-ലായിരുന്നോ? 80-ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ. പണിയൊക്കെ എവിടുന്നാണ് പഠിച്ചത്? പണി എൻ്റെ ആശാൻ്റെ പേര് ടോമി. ചേപ്പന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2-3 കിലോമീറ്റർ ആണ്, അവിടെയായിരുന്നു ഒന്ന് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് പഠിച്ചിട്ട് എത്ര വർഷം അവിടെ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞ് നമ്മൾ വർക്ക്ഷോപ്പ് നിർത്തി കിഴക്കോട്ട് പോയി. അപ്പോൾ പിന്നെ ആ കസ്റ്റമർക്കാണ് അവരുമായിട്ട് ഇങ്ങനെ പലയിടത്തായിട്ട് വർക്ഷം തുടങ്ങിയിട്ടാണ് ഇവിടെ സ്ഥലം വാങ്ങിച്ച്. ഈ ബുള്ളറ്റുകൾക്കും ഇപ്പം തലമുറ മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവം ബുള്ളറ്റുകൾക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് കിക്കർ അടിച്ചുള്ളതായിരുന്നു, ഇപ്പോൾ സെൽഫുണ്ട്, മറ്റേതുകൊണ്ട്. അപ്പം ചേട്ടൻ ഇതിലേതാ കൂടുതലായിട്ട് ചെയ്യുന്നത്? പഴയ വണ്ടികളെ, പുതിയ വണ്ടികളൊക്കെ പിള്ളേരാ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നില്ല. അതിന് ട്രെയിനിങ്ങിനൊക്കെ ആണെങ്കിലും ഇവർ 2 പേരെ പോയിട്ടുള്ളൂ. റോയൽ എൻഫീൽഡ് തരുന്ന ട്രെയിനിങ് അത് പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോഴെല്ലാം ട്രെയിനിങ് കിട്ടും. അപ്പോൾ ചേട്ടൻ ഇപ്പോഴും പഴയ വണ്ടികൾ തന്നെയാണ് കിക്കർ അടിച്ചെടുക്കുന്ന വണ്ടികൾ? പിന്നെ കുറച്ച് വണ്ടികൾ അത് അല്ല, എന്നാലും കൂടുതലും ഇവരുള്ളതുകൊണ്ടേ 2 പേരുണ്ടല്ലോ. കാരണം അവരാണ് കൂടുതലും പുതിയ വണ്ടികളെല്ലാം ആണ്. മക്കളുടെ പേരുകൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് ഒരാൾ ഹരീഷ്. ഇതാണ് ഒരാൾ ഹരീഷ്. ഇത് ശിവദാസൻ ചേട്ടൻ്റെ മൂത്ത മകനാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അമൃത. അമൃതയും ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ സജീവമായിട്ട് രംഗത്തുണ്ട്, മെക്കാനിക്കായിട്ട് തന്നെ രംഗത്തുണ്ട്. ഹരീഷ് ഒരു BTech ഗ്രാജുവേറ്റാണ്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നല്ല മാർക്കോട് കൂടി പാസ്സായ ഒരു ബിരുദധാരി കൂടിയാണ്. ഹരീഷ് ഏത് വർഷം മുതലാണ് ഈ റിംഗോസ് ഓട്ടോ വർക്സിൻ്റെ ഭാഗമായത്? അതായത് ഇവിടെ പണി ചെയ്തു തുടങ്ങിയത്? വീട് വർക്ക്ഷോപ്പിലടിക്കുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ ബാല്യ കൗമാരങ്ങൾ മുഴുവൻ ഇവിടെ ആയിരുന്നു. അത് ശരി. അപ്പോൾ പണി ചെയ്തു തുടങ്ങിയതോ? ഉണ്ട്. അന്നൊക്കെ എന്തൊക്കെ പണി ചെയ്താ അച്ഛനെ സഹായിച്ചു തുടങ്ങിയത്? ക്ലീൻ ചെയ്ത് കൊടുക്കുക, സ്പാൻഡർ എടുത്ത് കൊടുക്കുകയൊക്കെ ആണ്. 10ാം ക്ലാസ് പ്ലസ് 2 കഴിഞ്ഞിട്ട് ആണ്. BTech ആയിരുന്നു അല്ലേ? BTech ഏതായിരുന്നു? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? വന്നായിരുന്നു. അതൊക്കെ പിന്നെ വേണ്ടാന്ന് വെച്ചതെന്നുകൊണ്ടാണ്
അല്ല, സാധാരണ ഞാൻ ചോദിക്കാൻ കാര്യം, നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ആയി കഴിയുന്ന ആളുകൾക്ക് ഏതെങ്കിലും വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്ത് ജീവിതം കഴിഞ്ഞുകൂടാനാണ് താല്പര്യം. അങ്ങനെയുള്ളപ്പം ഒരു ബിടെക് ഡിഗ്രിയൊക്കെ, അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ ഒരു ഡിഗ്രി കൈവശം ഉണ്ടായിട്ടും ജോലികൾ ഓഫർ വിദേശത്തു നിന്ന് ഉൾപ്പെടെ വന്നിട്ടും അതൊക്കെ പോകാതെ ഇവിടെ തന്നെ നിൽക്കാനുള്ള ഒരു ധൈര്യം എന്തായിരുന്നു? മെയിനായിട്ട് ഫ്രീഡമാണ്. ആണ്. നമ്മുടെ സ്വന്തം പ്രസ്ഥാനം ആണ്. ആണ്. രണ്ടാമത് പച്ചപ്പും ഹരിതാവും ആണ്. അത് പച്ചപ്പും ഹരിതാപയും അല്ലേ? അതാണ് പച്ചപ്പും ഹരിതാപയും. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് ഉൾപ്പെടെ വന്ന ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിൽ തന്നെ കൂടിയത്. ശരി. അപ്പം ബുള്ളറ്റുകളോട് അല്ലെങ്കിൽ ബൈക്കുകളോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നോ ചെറുപ്പം മുതലേ? പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ചെറുപ്പം മുതലേ അവർക്ക് വണ്ടികളോടായിരിക്കുമല്ലോ താല്പര്യം. ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? ആയിരുന്നു. അല്ലാതെ ബൈക്കുകളോട് ആയിരുന്നോ അതോ ബുള്ളറ്റിനോട് പ്രത്യേകിച്ചായിരുന്നോ? ആയിരുന്നു താല്പര്യം. നമ്മൾ ഇവിടെ ഏതൊക്കെ കാലഘട്ടത്തിലുള്ള വണ്ടികളാണ് ചെയ്യുന്നത്? ഏറ്റവും പഴയ വണ്ടികളും ഒക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ? ഈ വണ്ടി 56 മോഡൽ വണ്ടിയാണ്. ഇത് 56 മോഡൽ വണ്ടി. കേട്ടോണം, ഇത് 1956 മോഡൽ വണ്ടിയാണ്. ഇത് ആരുടെ വണ്ടിയാണ്? ഇത് കൊടുങ്ങൂരുള്ളതാണ്. അത് ശരി. അപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഇപ്പം ഇതിങ്ങനെ ചെയ്ത് മൊത്തത്തിൽ ഇനി ഇത് ഒരു ബുള്ളറ്റ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുമോ? എല്ലാം കിട്ടുമോ? പാലായിലൊരു കടയുണ്ട്. ഉണ്ട്. അവിടുന്ന് നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ അവർ എത്തിച്ചു തരും അല്ലേ? അതുപോലെ ഈ ബുള്ളറ്റിന്, പഴയ ബുള്ളറ്റിനൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്ന് കേൾക്കുന്നുണ്ട്. നേരാണോ? അത് ഭയങ്കര ഡിമാൻഡാണ്. നല്ല പുതിയ വണ്ടിയാലും കണ്ടീഷനായിട്ട് വരും. അതുകൊണ്ടാണ് അല്ലേ? ഓക്കെ. അപ്പം നമ്മളിത് 56 നമ്മൾ പണിത വണ്ടികളിൽ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യമുള്ള വണ്ടി ഇതാണോ? അതോ ഇത് ഇപ്പം നിലയിൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴക്കം ആണല്ലേ? ഇതിലും പഴയ വണ്ടികൾ നമുക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ 56 പരമാവധിയാ അല്ലേ? ശരി. ഒരു മാസം കൊണ്ടൊക്കെ പണിതെടുക്കാം. ഒരു മാസം കൊണ്ട് പണിതെടുക്കാം. കാരണം പ്ലേറ്റിങ്ങും പെയിന്റിങ്ങും ഒക്കെ വേറെ കൊടുത്ത് ചെയ്യുന്നു. അതൊക്കെ വേറെയാണ് ചെയ്യുന്നത്? അതൊക്കെ വേറെയാണ്. അത് ശരി. പ്ലേറ്റിംഗ് ഇവിടെ ഈ സെന്റ് മേരീസ് എന്ന് പറഞ്ഞ കാലപ്പള്ളിയുണ്ട്. പിന്നെ എഞ്ചിൻ വർക്കൊക്കെ കോട്ടയത്ത്. പിന്നെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനുള്ളത് കൊണ്ട് വേറെ താമസമൊന്നുമില്ല അല്ലേ? എല്ലാ സ്പെയറും നമ്മൾ കടയിൽ. ശിവദാസൻ ചേട്ടൻ്റെ 2 ആൺമക്കളിൽ രണ്ടാമത്തെ ആൾ. അദ്ദേഹത്തെ നമ്മൾ ഇതുവരെ കണ്ടിരുന്നില്ല. നമ്മളിവിടെ വന്നപ്പോൾ അദ്ദേഹം വേറെ കുറച്ച് തിരക്കിലായിട്ട് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഗിരീഷ് എന്നാണ് ആളിൻ്റെ പേര്. അപ്പം അദ്ദേഹം ഒരു ബിടെക് ഗ്രാജുവേറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ തന്നെ ബിടെക് ഉള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ചെറിയ പണിയിലാണ്. നമുക്ക് ബാക്കി അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഗിരീഷേ, നമസ്കാരം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇച്ചിരി തിരക്കിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ചെറുപ്പം മുതലേ ഇവിടെ ആയിരുന്നു അല്ലേ? വീട് താഴെയാണ് അല്ലേ? ആണ്. എങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കും ഈ വണ്ടിയോട് ഇങ്ങനെ ഇത്ര ക്രേസ് വന്നാനൊക്കെ ഉള്ള കാര്യം? ചെറുപ്പം മുതലേ ഇത് തന്നെ കണ്ടതുകൊണ്ടാണോ? അതുകൊണ്ടായിരിക്കാം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇവിടെ വന്നിട്ടാണ്. ആണ്. അത് ശരി. അതുപോലെ വർക്ക്ഷോപ്പിലാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അന്നേരപ്പളെ. അപ്പോൾ നമ്മുടെ ഹരീശ്രീ ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 1ാം ക്ലാസ്സിൽ പോലും പോയത്. അത് ശരി. അപ്പോൾ തൊഴിൽ ഇവിടുന്ന് പഠിച്ചിട്ടാണ് പോയത്. അത് ശരി. വേറെ എങ്ങും പോകാനായിട്ടുള്ള സമയമൊന്നും നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഹരീഷിനോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ബിടെക് ഒക്കെ കഴിഞ്ഞ് വേറെ ജോലിയുടെ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ? വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും അതിലേക്കൊന്നും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല? ഇല്ല. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പായിട്ട്. അതുകൊണ്ട് പിന്നെ അവർക്ക് കൂട്ടുകാരൊക്കെ വെളിയിൽ വർക്ക് ചെയ്യുന്നവരെ അപേക്ഷിച്ച് അതിൽ കൂടുതൽ നമുക്ക് ഇവിടുന്ന് വരുമാനവും കിട്ടുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ പച്ചപ്പും ഹരിതാപയും അല്ലേ? ഇതൊക്കെ കൂടാതെ പച്ചപ്പും ഹരിതാപയും അല്ലേ? അത് ശരി. ഹരീഷിൻ്റെ ഭാര്യ അമൃതയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഹരീഷും അമൃതയാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അമൃതയോട് അപ്പം ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. അമൃതയുടെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ്. കല്യാണം കഴിഞ്ഞു, ഇവിടെ എത്തി, ഇപ്പം ഇവരുടെ കൂടെ ആണ്. അത് ശരി. അപ്പം എങ്ങനെയായിരുന്നു ഈ വണ്ടിയോടൊക്കെ ഉള്ളത്? ഇപ്പം അമൃത ഇവിടെ അത്യാവശ്യം വർക്കുകൾ, കേബിൾ മാറുന്ന വർക്കുകളൊക്കെ തന്നെ ചെയ്യുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. ഇപ്പം ചോദിച്ച് മനസ്സിലാക്കി. അപ്പം എങ്ങനെ ഇതിനോടൊക്കെ ഒരു താല്പര്യം വന്നത് എങ്ങനെയാണ്? താല്പര്യം, അച്ഛന് ഓട്ടോ ഡ്രൈവറാണ്. അപ്പം അച്ഛന് ഡെയിലി എഞ്ചിൻ ഓയിലും ഹൗസിംഗ് ഓയിലും ഒക്കെ ചെക്ക് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. അത് ശരി. അതൊക്കെ നമുക്ക് തന്നിരുന്ന പണികളായിരുന്നു. ആദ്യം വണ്ടി കഴിക്കും, പിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു. പിന്നെ നമ്മളെ കൊണ്ട് ഇതെല്ലാം ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ പഠിച്ചു? ഇതെല്ലാം കല്യാണത്തിന് മുമ്പ്. അപ്പം
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ താല്പര്യമാവും. ചേട്ടനാണുള്ളത്, എനിക്കൊരു ബ്രദറാണുള്ളത്. അപ്പം അവൻ്റെ കൂടെ ബൈക്കിലൊക്കെ കറങ്ങുമ്പോൾ നമുക്ക് ഓടിക്കാൻ തോന്നും. പിന്നെ അതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ഈ സാധനങ്ങളൊക്കെ, ഓട്ടോയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വണ്ടികളോടൊക്കെ ഉള്ള താല്പര്യമായത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർക്ക്ഷോപ്പുമായിട്ട് സഹകരിക്കുന്നതിൽ? ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ കയറി ഇരിക്കുമ്പം ഒന്ന് ബൈക്കാണ്, അപ്പം എപ്പോഴും ആണുങ്ങളായിരിക്കും വരിക, ഇഷ്ടമാവില്ല എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ നമ്മൾ താഴെ ഇരിക്കുകയാണെങ്കിൽ ഇവര് നമ്മളെ ഇങ്ങോട്ട് വിളിക്കും, ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ ചുമ്മാ ഇരുന്ന് കഴിയുമ്പോൾ ഇവര് വണ്ടി ഒന്ന് ശരിച്ചേ, അല്ല ഇന്ന സാധനം എടുത്തേ, ഇന്നൊരു സ്പാനർ എടുത്തേ എന്ന് പറയുമ്പോൾ, അപ്പൊ ആദ്യമൊക്കെ ഡബിൾ എൻഡ് എന്നാന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല, റിങ് ചെയ്തത് നമ്മളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ നമ്മളോട് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് അറിയാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആവും. ഇപ്പം 18-ന്റെ ഡബിൾ എൻഡ് എടുത്തെന്ന് നമുക്ക് കോൺഫിഡന്റ് ആയി. നമുക്ക് ഇവരൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കിതൊക്കെ അറിയാലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെയാണ് ടൂൾസ്. അച്ഛന്റെ ഒരു പാറ്റേൺ ആണ്. ആദ്യം ക്ലീനിങ്ങും കാര്യങ്ങളും ആയിരിക്കും അച്ഛൻ ചെയ്യുക. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലേ നമ്മൾ അടുത്തതിലോട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ സ്പാൻ എടുക്കാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ചിലപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ താല്പര്യമാവില്ല. അവരെല്ലാവരും നല്ല നല്ല ജോലികൾ തപ്പി പോകുന്നു. ഒരു കരി പറ്റുമ്പോൾ ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ അച്ഛൻ അങ്ങനെയാണ് നോക്കുന്നത്, നമുക്ക് പറ്റുമോ. അപ്പം അങ്ങനെ എടുത്ത് നമുക്ക് ഓക്കെ ആണെന്ന് കണ്ടുകൊണ്ടാണ് അച്ഛന് പയ്യെ ഓരോന്നും ചെയ്യാനും കൂടെ പഠിപ്പിച്ച്. അച്ഛന് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. ഈ പഠിപ്പിക്കാൻ പറ്റിയ ഒരാളാണോ എന്നുള്ള അച്ഛനൊന്ന് വിലയിരുത്തി ഓക്കെ ആണെങ്കിൽ അച്ഛൻ പഠിപ്പിക്കുള്ളൂ. കാരണം പഠിക്കാൻ പിള്ളേർ വരാറുണ്ട്. നമ്മളിവിടെ ശിഷ്യരാകാൻ പിള്ളേർ വരുന്നുണ്ട്. ഈ ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിൽ പോലും വരാറുണ്ട്. ചിലപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിൽ പോലും അവർ വർക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് കഷ്ടപ്പാട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ താല്പര്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിലേ അച്ഛൻ പഠിപ്പിക്കുള്ളൂ. വണ്ടിയോട് താല്പര്യമുള്ളവനാണെങ്കിലേ അച്ഛൻ പഠിപ്പിക്കും. അതിനുവേണ്ടിയുള്ള ടെസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഒരു അത് ശരി. അപ്പം ഇതിനോടകം തന്നെ ഇപ്പം അമൃത എന്തൊക്കെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാറായിട്ടുണ്ട്? നമ്മൾ കൂടുതലും എയർ ഫിൽറ്റർ ചേഞ്ചിങ്ങും കേബിൾ ചേഞ്ചിങ്ങും ഓയിൽ ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഹരീഷിനോട് നേരത്തെ ചോദിച്ചപ്പം ചോദിക്കാൻ മറന്നുപോയ ഒരു കാര്യം, നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ സർവീസ്, ആക്സിഡൻറ്റ് സർവീസ് ഒക്കെ ഉള്ളത് നമ്മൾ ചെയ്യാറുണ്ടോ? സ്പോട്ടിൽ പോയി നോക്കാറുണ്ടോ? ഉണ്ട്. അത് എത്ര കിലോമീറ്റർ പരിധിയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ആണ്. ഇപ്പം കേരളത്തിൻ്റെ വടക്കേ ജില്ലയിലൊക്കെ ആണെങ്കിലും നമ്മൾ കോഴിക്കോടൊക്കെ വരെ പോയി ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ ഈ പറയുന്ന നമ്മൾ ഈ വിളിച്ച 3 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ അങ്ങനെ ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ചാൽ മതി. അപ്പോൾ ആ നമ്പർ നമുക്ക് പരസ്യപ്പെടുത്താമല്ലോ. അങ്ങനെ പരസ്യപ്പെടുത്തി അതിനകത്ത് ജെനുവിനായിട്ടൊരു കോൾ വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയാണെങ്കിലും നമ്മൾ എടുക്കും അല്ലേ? അത് ശരി. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ അവിടുത്തെ ഒരു കൺവീനിയൻസ് ചാർജും കൂടെ അധികം എടുക്കുമായിരിക്കും, അതല്ലേ ഉള്ളൂ? ഓക്കെ. റിങ്കോസ് ഓട്ടോ വർക്സിൻ്റെ 3 തലമുറകളെയാണ് നമ്മളിവിടെ കാണുന്നത്. ശിവദാസൻ ചേട്ടൻ, മൂത്ത മോൻ ഗിരീഷ്, ഹരീഷിൻ്റെ മോൻ സായി മാധവ്. ഇപ്പോൾ 3 തലമുറയാണ് കാണുന്നത്. പിന്നെ അമൃതയും. അപ്പം ഇത് വളർന്നു വരുന്നൊരു മെക്കാനിക്കാണ് കേട്ടോ. ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്. പുള്ളി മറ്റേ ഫാരക്സും സിർലാക്കും ഒക്കെ കഴിക്കുന്ന കാലഘട്ടത്തിൽ, ആ പ്രായത്തിൽ പുള്ളി ഇത് സ്പാനറൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് ഇവിടെ കുറച്ച് വീഡിയോ ഉണ്ട്, പുള്ളി പണിയെടുക്കുന്ന കുറച്ച് വീഡിയോ ഉണ്ട്, നമുക്ക് ഇതിനകത്ത് കാണാം, വീഡിയോയിൽ കാണാം. 4 പതിറ്റാണ്ടിലേറെയായി റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളുടെ സർവീസ് നടത്തി വരുന്ന ബുള്ളറ്റ് ആശാൻ എന്ന് വിളിക്കുന്ന ശിവദാസൻ ചേട്ടൻ്റെയും മക്കളായ ഹരീഷ്, ഗിരീഷ്, അതുപോലെ മരുമക്കൾ അമൃത, ശ്രുതി എന്നിവരുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കുഞ്ഞു മെക്കാനിക്ക് സായി മാധവ് എന്നാണ് പേര്, ഹരീഷിൻ്റെ മകനാണ്. 1.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കോട്ടയത്ത് നിന്ന് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി റോഡിൽ വരുമ്പോൾ പൊൻകുന്നത്തിനടുത്ത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് എതിർവശത്തായാണ് റിങ്കോസ് ഓട്ടോ വർക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകൾ, ഇവരെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്, സർവീസ് ഉൾപ്പെടെ, അതുപോലെ ബ്രേക്ക് ഡൗൺ സർവീസ്, ആദ്യാവസാന വർക്കുകളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്രേക്ക് ഡൗൺ സർവീസ് നമുക്ക് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റെഫറൻസിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ ആ സ്ഥലത്തെത്തി തന്നെ ആ വർക്കുകളും നേരിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അത് ഈ വീഡിയോ എല്ലാ ബുള്ളറ്റ് പ്രേമികൾക്കായിട്ടും നമ്മൾ സമർപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.